ഇന്ന് ഈ പറയുന്ന കേരളത്തിലുള്ള പുഴകളെല്ലാം മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുഴമീൻ എന്നൊക്കെ പറയുന്നത് വിഷാംശങ്ങളായിപ്പോയി. ഇപ്പോൾ ഒരു വെള്ളം വന്നാൽ തന്നെയും നിങ്ങൾക്ക് ശ്രദ്ധിച്ച കിണറ്റിലെ വെള്ളത്തിൽ പോലും ഒരു ഓയിലിൻ്റെ അംശം കാണാം. ഇതെല്ലാം നമ്മളാണ് പൊല്യൂട്ടഡ് ആക്കുന്നത്. ഇതിനൊരു ആൻറ്റി പൊല്യൂഷൻ സിസ്റ്റം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇനി തലമുറകൾ ഇപ്പൊ ഈ സമ്പാദിച്ചു വയ്ക്കും. ഇപ്പം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ 10 തലമുറയ്ക്കുള്ള സമ്പാദ്യം എൻ്റെ ഉണ്ട് ഷെഫ്. 10 തലമുറ ഉണ്ടാവേണ്ടോ? അതൊരു ചോദ്യമാണ്. കാരണം ഇന്ന് ഒരുപാട് അമ്മമാര് അല്ലെങ്കിൽ ഒരുപാട് ദമ്പതികള് ഒരു കുഞ്ഞുണ്ടാവാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോ അവര് ചിന്തിക്കുമ്പോ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പൈസ അതിന് മേലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരുപാട് കാലം അധ്വാനിച്ച പൈസ മൊത്തം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാണ്. പക്ഷെ ആ സമയത്ത് നമ്മളെ ഭക്ഷണം നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിനൊന്നും ആവശ്യം വരില്ലായിരിക്കാം. ഈ വാരി കൂട്ടുന്ന ആൾക്കാരത്തുള്ള എന്റെ ചോദ്യം, ഇത് തിന്നാൻ തലമുറകൾ ഉണ്ടാവണ്ടേ? അല്ലേ? ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആഹാര ചൈതന്യം ഉണ്ടാവണം. അപ്പോൾ വാരി കൂട്ടുന്നതിൻ്റെ ഇടയിൽ ജനങ്ങൾക്ക് അതിനുള്ള അവയർനെസ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ കഴിക്കാനുള്ള തലമുറകൾ ഉണ്ടാവില്ല.